നമസ്കാരം. ലളിതമായ ഭാഷയിലൂടെ ജീവിതത്തെയും പ്രകൃതിയെയും അടയാളപ്പെടുത്തുന്ന പ്രിയ കവി വീരാൻകുട്ടി സാറെ കവിതയെ സ്നേഹിക്കുന്ന മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തോടൊപ്പം അല്പനേരം ഞങ്ങളും അദ്ദേഹത്തിന്റെ കവിതകളെ അടുത്തറിയാനും അദ്ദേഹത്തോട് നേരിട്ട് സംവദിക്കാനും ലഭിച്ച ഈ അവസരം ഞങ്ങൾക്ക് ഏറെ സന്തോഷം നൽകുന്നു. അദ്ദേഹത്തെ ഞങ്ങൾ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു കവിയാണ് സാറിപ്പോ. അപ്പോൾ കവിതയാണ് നിങ്ങളുടെ വഴി എന്ന് തീരുമാനിച്ചിറങ്ങിയ ആ നിമിഷം ഞങ്ങളോടൊന്ന് പങ്കുവെക്കാം. കേരളത്തിലെ അറിയപ്പെടുന്ന കവിയാണ് ഞാൻ എന്നുള്ള ആ ഒരു പ്രശംസ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. കവിതയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. കവിത എഴുതാൻ ശ്രമിക്കുകയും കവിത വായിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ആദ്യമായിട്ട് കവിതയിലേക്ക് വന്ന സന്ദർഭത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഓർമ്മയിൽ എൻ്റെ ആദ്യത്തെ കവിത എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ എഴുതിയൊരു കവിതയാണ്. എൻ്റെ വീട്ടിൽ തന്നെയുള്ളൊരു അനുഭവം. എനിക്കിഷ്ടപ്പെട്ടൊരു കോഴി ഉണ്ടായിരുന്നു വീട്ടിൽ. അതിനെ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വേദന. ആ വേദനയാണ്. കുട്ടികളാകുമ്പോൾ അതൊക്കെ വലിയ വിഷയമാണല്ലോ. അതിനെക്കുറിച്ചാണ് അത് താളത്തിൽ എഴുതിയൊരു കവിതയായിരുന്നു. അത് 1-2 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഒരു അധ്യാപകൻ പറഞ്ഞു അത് നമുക്ക് പ്രസിദ്ധീകരണത്തിന് അയക്കാം. അങ്ങനെ അത് ബാലരമ എന്ന് പറയുന്ന അന്ന് മുതിർന്നവർക്ക് കൂടി ഉദ്ദേശിച്ചുകൊണ്ട് പ്രസിദ്ധീകരിച്ചിരുന്ന അതിൽ കടവനാട്ട് കുട്ടിക്കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു കവിയായിരുന്നു അതിൻ്റെ എഡിറ്റർ. അപ്പോൾ അത് പ്രസിദ്ധീകരിച്ചു അതിൽ. അതാണ് എൻ്റെ ആദ്യത്തെ കവിതയുടെ ഒരു ചരിത്രം. സാറിൻ്റെ ബാല്യകാലം ഒന്ന് പങ്കുവെക്കാമോ? എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് ഒന്ന് ദാരിദ്ര്യത്തിൻ്റെ കാലമാണ്. ആരുടെയും ചരിത്രമാവണമെന്നില്ല, എങ്കിലും ഗ്രാമങ്ങളിലുള്ള മിക്കവാറും വീടുകളിലൊക്കെ ദാരിദ്ര്യം ഉണ്ടായിരുന്നു, എൻ്റേതടക്കം. പക്ഷേ ദാരിദ്ര്യം ഉണ്ടായിരുന്നെങ്കിലും സ്നേഹമുള്ള മനുഷ്യർ ചുറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കത് അത്ര അനുഭവപ്പെട്ടില്ല. ഞാനൊക്കെ സ്കൂളിലുള്ള ഉപ്പുമാവ് അതിനൊക്കെ ആശ്രയിച്ച് ജീവിച്ച ഒരാളാണ്. അത് മാത്രമല്ല പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇണങ്ങിയിട്ടാണ് അന്നത്തെ നമ്മുടെയൊക്കെ ജീവിതം. എല്ലാ സമയത്തും നമ്മൾ വയലിലും പറമ്പിലും കളിയായാലും ഇനി കൃഷിക്ക് നമ്മുടെ മറ്റുള്ളവർ പോകുമ്പോൾ അവരുടെ കൂടെ പോകുന്നതായാലും പണ്ടൊക്കെ ഈ നെല്ല് കൊയ്യുമ്പം താപ്പിടി പെറുക്കുക എന്നൊരു സാധനം, അത് കുട്ടികൾക്കുള്ളതാണ്. നെല്ലിങ്ങനെ കൊയ്ത് പോകുമ്പം കുറേ കതിരിങ്ങനെ തൊഴിഞ്ഞു വീഴും, കുതിർന്ന് വീഴും. അതിന് കുട്ടികളാണ് പറയപ്പെട്ടത് എടുക്കുക. ആ പിടിക്ക് താപ്പിടി എന്നാണ് പറയുക. അത് ഞങ്ങൾക്ക് എടുക്കാതെ. അപ്പോൾ അറിയാതെ നമ്മൾ കൃഷിയിലേക്കും വരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് വെള്ളരി കൃഷിക്ക് പോകുമ്പോൾ നമ്മളും കൂടെ പോകുന്ന നനയ്ക്കാൻ. അങ്ങനെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി, അതുപോലെ നാട്ടുകാരോടൊക്കെ ഇഷ്ടവും അടുപ്പവും ഒക്കെ പങ്കിട്ട് ജീവിച്ച ഒരു ജീവിതമാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. അതിലിപ്പോൾ മാറ്റം വന്നിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. അത് നേരത്തെ പറഞ്ഞ പോലെ ഓരോ തലമുറ ഓരോ രീതിയിലാണല്ലോ അവരുടെ ഈ പ്രായം, കുട്ടിക്കാലമായാലും യൗവനമായാലും ഒക്കെ ചെലവഴിക്കുക. കേരളത്തിലിപ്പോൾ എല്ലാ സ്കൂളുകളിലും സ്കൂൾ ലൈബ്രറി ഉണ്ട്. ഈ സ്കൂൾ ലൈബ്രറികൾ വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നാണ് സാറിൻ്റെ ഒരു? ഞാൻ പഠിക്കുന്ന കാലത്ത് വായിക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കെങ്കിലും എൻ്റെ സ്കൂളിൽ ലൈബ്രറി ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. അന്ന് എല്ലാ മിക്കവാറും സ്കൂളിലൊക്കെ അതാണ് അവസ്ഥ. കാരണം വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും പ്രൈമറി സ്കൂളിൽ. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്ന് സ്കൂളിൽ ഒരു സെൻട്രലൈസ്ഡ് ലൈബ്രറി ഉണ്ടാവും, ക്ലാസ് ലൈബ്രറി ഉണ്ടാവും, കുട്ടികളുടെ വീട്ടിലും ലൈബ്രറി ഉണ്ടാവും. ഇന്ന് വായിക്കാനൊക്കെ അവസരം കൂടുതലാണ്. ഞാൻ വിചാരിക്കുന്നത് അത് നല്ലതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് പുസ്തകം കിട്ടാത്തതിൻ്റെ പേരിൽ വായിക്കാതിരിക്കുക അങ്ങനത്തെ ഒരു അനുഭവം ഇന്നില്ല. ഇഷ്ടംപോലെ വായിക്കാനുള്ള പുസ്തകങ്ങൾ. ഞാനൊക്കെ പഠിച്ച കാലത്ത്, ഞാൻ ഡിഗ്രിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ ആണ് വീട്ടിലൊരു ലൈബ്രറി തുടങ്ങിയത്. ട്യൂഷൻ എടുത്തിട്ട് കിട്ടിയ പൈസ കൊണ്ട് നാഷണൽ ബുക്ക് സ്റ്റാളിലൊരു സ്കീമിൽ ചേർന്നിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് പുസ്തകം സ്വന്തമായിട്ട് വാങ്ങുന്നത്. അപ്പം അന്ന് അങ്ങനെയൊക്കെയാണ് രീതികൾ. നാട്ടിലൊക്കെ ലൈബ്രറി വരുന്നൊരു സമയമാണ് അന്നേരം, വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷെ എന്നാലും ഇന്നത്തെ അത്ര സൗകര്യം ഇല്ല വായിക്കാൻ. പക്ഷെ വായിക്കുന്ന ആൾക്ക് സൗകര്യക്കുറവൊരു പ്രശ്നമല്ല, തേടി പിടിച്ചങ്ങ് വായിക്കും. അതാണ് എൻ്റെ രീതി. പലപ്പോഴും നാം മനുഷ്യർ പ്രതിസന്ധി ഘട്ടങ്ങളിലാണ്, നമ്മൾ ഈ തോൽവിയുടെ വക്കിലേക്ക് എത്തി നിൽക്കുമ്പോഴാണല്ലോ ആ ഒരു തകർച്ചയിലേക്ക് വീണു പോകുന്നത്. അപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് ജീവിതത്തിൽ ഇതുപോലുള്ള ഒരു പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അവരെങ്ങനെ നേരിടുന്നതാണ് സാറിന് പറയാനുള്ളത്? ഞാൻ എപ്പോഴും ഈ തോൽവി എന്ന വാക്ക്
ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. തോൽവിക്ക് ഞാൻ നൽകുന്ന നിർവചനം വിജയത്തിൻ്റെ നീട്ടിവെപ്പ് എന്നാണ്. വിജയത്തിൻ്റെ നീട്ടിവെപ്പ്. ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. അത് തിരകളെ കുറിച്ചാണ്. തിരകളിൽ ചെവി ചേർക്കൂ, തിരകളിൽ ചെവി ചേർക്കൂ, കൂടുതൽ ഊക്കോടെ തിരിച്ചു വരാനായിട്ടല്ലാതെ പിന്മടങ്ങിയിട്ടില്ല ഇന്നോളം എന്നവ ഇരമ്പുന്നു. കൂടുതൽ ഊക്കോടെ തിരിച്ചു വരാനായിട്ടല്ലാതെ പിന്മടങ്ങിയിട്ടില്ല ഇന്നോളം എന്നവ ഇരമ്പുന്നു. ഓരോ തിരമാലയും തിരിച്ചു പോകും. തിരിച്ചു പോകുന്നത് നമ്മളത് തോൽവിയാണെന്ന് നമ്മൾ വിചാരിക്കുക. അല്ല, കൂടുതൽ ശക്തിയായിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളോ താൽക്കാലികമായ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ വിഷമം ഉണ്ടായാൽ അതിനെ ശക്തിയായിട്ട് മാറ്റുക എന്നുള്ളതാണ്, കരുത്താക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനുള്ള ഇച്ഛാശക്തിയും വേണം, അതിനുള്ള എന്താ പറയുക ധൈര്യമൊക്കെ നമുക്ക് വേണം. കാരണം ഒരു പരാജയവും യഥാർത്ഥത്തിൽ പരാജയമല്ല, അതിനെ വ്യാഖ്യാനിച്ച് നമ്മൾ പരാജയമാക്കുന്നതാണ്. ഒരു വിജയം വരുമ്പോൾ പഴയ പരാജയം നമ്മൾ മറന്നു പോകും, മാഞ്ഞു പോകും. അതുവരെ ആ വിജയം വരെ കാത്തിരിക്കാനുള്ള ക്ഷമ നമ്മൾ കാണിച്ചാൽ മതി. അപ്പോൾ പുതുതലമുറയ്ക്ക് പഴയതുപോലെയല്ല. ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ട്. കാരണം പരീക്ഷകളുടെ എണ്ണം കൂടി, ഗ്രേഡിംഗ് ഒക്കെ വന്നു അല്ലേ, ഒരുപാട് പഠിക്കാനുണ്ടാവും, മറ്റു പലതരത്തിലുള്ള ടെൻഷൻ ഉണ്ടാവും, കുടുംബത്തിൽ നിന്നുള്ള തിരക്കിൻ്റെ ടെൻഷൻ ഉണ്ടാവും. അതൊക്കെ ഒരു ഘട്ടം വരെ മാത്രമേ ഉണ്ടാവൂ. അത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഒരു മോചനമുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തരണം ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് കഴിയുകയും അതുപോലെ അതിജീവിച്ച മനുഷ്യന്മാരുടെ കഥകൾ വായിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് നല്ല, അതുപോലെ ഇതിനേക്കാളും വിഷമം അനുഭവിച്ച എത്രയോ മനുഷ്യരുണ്ടാവും. അവരെ കാണുക, അവരെ അങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ, പിന്നെ എനിക്കെന്താ ഇങ്ങനെ ജീവിച്ചാൽ എന്നൊക്കെ പ്രകൃതിയിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന്, പുസ്തകങ്ങളിൽ നിന്നൊക്കെ ഈ അതിജീവനത്തിൻ്റെ പാഠം ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ വ്യസനം ഒന്നും ആവില്ല. ഏറ്റവും ചുരുങ്ങിയത് എനിക്കിപ്പോൾ അസുഖമൊന്നും ഇല്ലല്ലോ എന്ന് നമുക്ക് സന്തോഷിക്കാനായാൽ തന്നെ ബാക്കി എല്ലാ വിഷമവും നമ്മൾ. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യും? ഇല്ലാത്ത സങ്കടം, വരാത്ത സങ്കടത്തെ ഓർത്ത് ഇന്നേ ദുഃഖിക്കാൻ തുടങ്ങും. വന്നിട്ടില്ല, വരുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു സങ്കടത്തെ ഓർത്ത് ഇന്നേ ദുഃഖിച്ചു തുടങ്ങും. അതിനു പകരം സങ്കടം വന്നു കഴിഞ്ഞാലും അതിനെ ചിരിയോടെ നേരിടാനുള്ള കരുത്താണ് പുതുതലമുറയ്ക്ക് വേണ്ടത്. അത് ഏറെക്കുറെ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളർന്ന് അങ്ങനെ ഉണ്ട്. കാരണം പഴയ തലമുറയുടെ അത്ര ഭീരുക്കളല്ല പുതിയ കുട്ടികൾ. ഏതിനെയും ധീരമായിട്ട് നേരിടാൻ അവർക്കറിയാം. അപ്പം അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തെ വിജയകരമായിട്ട് നേരിടാനുള്ള സന്ദർഭങ്ങൾ പുസ്തകത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നൊക്കെ കിട്ടട്ടെ. അതിന് വായന നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ സംസാരിച്ചില്ലേ, ആ സംസാരം യഥാർത്ഥത്തിൽ നിങ്ങളുടെ തലമുറ എത്രമാത്രം ഇക്കാര്യത്തിൽ ജാഗരൂകരാണ് എന്നുള്ള ഒരു അർത്ഥം കൂടി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന് പറയാം. ഞങ്ങളെപ്പോലത്തുള്ള വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റിയ സന്ദേശമോ ഉപദേശം എന്തെങ്കിലും? ഞാൻ പൊതുവേ ഉപദേശം ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അതെന്താണെന്ന കാരണം, ഞാൻ ചെറുപ്പത്തിൽ എന്നെ ആരും ഉപദേശിച്ചിട്ടില്ല അങ്ങനെ. പക്ഷേ എനിക്ക് ചില സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ, ചില സന്നിഗ്ധ ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ആരെങ്കിലുമൊക്കെ ഒരു നേർവഴി ചൂണ്ടിത്തരും. അത് നമുക്ക് വളരെ ഗുണം ചെയ്യും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എല്ലാ ഉപദേശവും നമുക്ക് സ്വീകരിക്കാം. പക്ഷെ അത് സ്വീകരിക്കണമോ വേണ്ടയോ, ഏത് വഴിയാണ് പോകേണ്ടതെന്നുള്ളതിൻ്റെ തീരുമാനം ആരുടേതായിരിക്കണം? നമ്മുടേതായിരിക്കണം. ആ തരത്തിൽ ഒരു കാര്യങ്ങളെ സ്വന്തമായി നിർണ്ണയിക്കാൻ. ഇപ്പോൾ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ പല കാര്യത്തിനും ഉപദേശം തരുന്ന ആൾക്കാരുണ്ടാവും. നമ്മളെല്ലാം ആ ഉപദേശത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മളുണ്ടാവില്ല. അപ്പോൾ ആത്യന്തികമായിട്ട് ഒരു കാര്യം തീരുമാനിക്കേണ്ടതും നിശ്ചയിക്കേണ്ടതും നമ്മളാണ്. അതിലേക്ക് എത്താൻ ഒരു പക്ഷേ നമുക്ക് നമ്മളെ പല ഘടകങ്ങൾ പ്രേരിപ്പിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യും. അതൊക്കെ നമുക്ക് സ്വീകരിക്കാം. അവനവൻ്റെ ജീവിതം അവനവൻ നിർണ്ണയിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ തലമുറയ്ക്ക് നൽകാവുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, വ്യത്യസ്തമായി ചിന്തിക്കുക, വേറിട്ട വഴിയിലൂടെ യാത്ര ചെയ്യുക. പൊതുവഴിയെ പോകാതെ അവനവൻ സ്വയം വെട്ടിയുണ്ടാക്കിയ വഴിയിലൂടെ പോവുക. അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് ഉയരങ്ങളിൽ എത്താൻ കഴിയുക. അത്തരത്തിൽ വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കാൻ ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടൊക്കെ ശ്രമിക്കുന്ന എത്രയോ പേരുണ്ട് നമ്മുടെ ചെറുപ്പക്കാരൻ. അത്തരം ഒരു യൗവനത്തെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇത്രയും നേരം എന്നെ നിങ്ങൾ ചോദ്യങ്ങൾ കൊണ്ട് സ്വീകരിച്ചു. രണ്ടുപേരും
പഠിക്കാനും വായിക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെന്ന് അറിയുന്നു. നിങ്ങൾക്കെല്ലാ നന്ദിയും സ്നേഹവും ഞാൻ പറയുന്നു. ഹൃദയസ്പർശിയായ മറുപടിയിലൂടെ ഞങ്ങളോടൊപ്പം അല്പനേരം സഞ്ചരിച്ചതിന് സാറിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നമസ്കാരം.